നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഒരു 1757 കോടി രൂപ എടുത്ത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു കമ്പനിക്ക് കൊടുക്കുന്നു. തെറ്റില്ലല്ലോ അല്ലെ? പാവപ്പെട്ടവരല്ലേ? അത് തന്നെയാണ് BSNL ചെയ്തത്. പക്ഷേ പാവപ്പെട്ടതെന്നുള്ളത് മാറ്റിയിട്ട് ലോകത്തിലെ തന്നെ നമ്പർ 1 പണക്കാരിൽ ഒരാളായ അംബാനിയുടെ ജിയോയ്ക്കാണ് BSNL ഈ ഉപകാരം ചെയ്തിരിക്കുന്നത്. BSNL കണക്ഷൻ എടുത്തവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. BSNL നമ്മുടെ മന്ത്ലി ബില്ല് കറക്റ്റ് ആയിട്ട് വീട്ടിലെത്തിക്കും. ഇവിടെ 1757 കോടി രൂപയുടെ ബില്ല് അവര് അയക്കാൻ മറന്നുപോയി. മറ്റാർക്കുമല്ല, ജിയോയ്ക്ക്. ഇതാണ് BSNL എന്നുള്ള സർക്കാർ കമ്പനി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അതായത് CAG-യുടെ റിപ്പോർട്ടാണ് ഇതിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് നടന്നത്? ആരാണ് നമ്മളെ പറ്റിച്ചത്? 2014 BSNL ജിയോയുമായി ഒരു കരാർ ഒപ്പിട്ടു. ജിയോയ്ക്ക് BSNL-ന്റെ ടവറുകളും കേബിളുകളും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു കരാറായിരുന്നു അത്. ഈ കരാറിന്റെ കാലാവധി 15 വർഷമായിരുന്നു. പക്ഷേ നമ്മുടെ BSNL-ന്റെ അധിക സാങ്കേതിക വിദ്യകളൊക്കെ ജിയോ ഈ കൂട്ടത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്നു. 4G, FTD, TDD മുതലായവ. എന്നാൽ ഈ ഉപയോഗിച്ച അധിക സാങ്കേതിക വിദ്യയുടെ ബില്ലൊന്നും BSNL-ന് ജിയോ അടച്ചില്ല. 2014 മുതൽ 2024 വരെ ഇതുമൂലം 1757 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. CAG റിപ്പോർട്ട് പറയുന്നത് ഇത് കൂടാതെ 38 കോടി രൂപ ലൈസൻസ് ഫീസ് കുറയ്ക്കാത്തതിനും 29 കോടി രൂപ കരാറിലെ വിലവർദ്ധനവ് ഉപയോഗിക്കാത്തതിനും കൂടെ നഷ്ടമായിട്ടുണ്ട്. CAG പറയുന്നത് BSNL-ന്റെ മാനേജ്മെന്റിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ്. കരാറിന്റെ മേലെ പല തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കാനും ഇവർ വൈകിപ്പോയി. ഇതിനുവേണ്ടി കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചെങ്കിലും 3 വർഷം കഴിഞ്ഞാണ് തീരുമാനമെടുത്തത്. കേന്ദ്ര ടെലികോം മന്ത്രാലയം വേണ്ട രീതിയിൽ ഇതിനുവേണ്ടി ഇടപെട്ടിട്ടില്ല എന്നുള്ളതും വലിയൊരു പിഴവ് തന്നെയാണ്. ജിയോ ഇപ്പൊ അവകാശപ്പെടുന്നത് അവര് ബില്ലുകളെല്ലാം അടച്ചു എന്നാണ്. കൊടുക്കാത്ത ബില്ലുകള് അവരെങ്ങനെ അടച്ചു എന്ന് നമുക്കറിയില്ല. എന്താണേലും നമ്മുടെ രാജ്യത്ത് പണക്കാർക്ക് ഒരു നീതിയും പാവപ്പെട്ടവനും മറ്റൊരു നീതിയും ആയതുകൊണ്ട് നമ്മുടെ വീടുകളിൽ BSNL-ന്റെ ബില്ല് കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ട്. BSNL 108 കോടി രൂപയെങ്കിലും തന്ന് സഹായിക്കണമെന്നാണ് ജിയോയോട് തിരിച്ചാവശ്യപ്പെടുന്നത്. ഈ 1757 കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ നികുതി പണമാണ്. ഇത് ജിയോയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത പണമല്ല. ഈ പണം കൊണ്ട് എത്രയോ സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ എല്ലാം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാമായിരുന്നു. നമ്മുടെ സുസ്ഥിരത ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത നികുതി പണം രാജ്യത്തെ ഏറ്റവും പണക്കാരന്റെ പോക്കറ്റിലാണ് ചെന്ന് വീണത്. CAG റിപ്പോർട്ട് നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ cag.government.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ മതി. അതിനുശേഷം ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക. ബൈ.